ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC 10th പ്രിലിംസ് പ്രീവിയസ് ഇയറിലെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ഈ ക്ലാസ്സിനെ ബേസ് ചെയ്ത് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഈ ക്ലാസ് മുഴുവനും കണ്ട ശേഷം എല്ലാവരും ആ ചോദ്യങ്ങൾക്കും കൂടി കറക്റ്റായിട്ടുള്ള ഉത്തരം കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളോട് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. കമ്പനി ബോർഡ് LGS മാത്സിനും കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് GK ആൻഡ് കറണ്ട് അഫയേഴ്സിനും വേണ്ടിയിട്ട് സ്റ്റഡി വിൻ PSC വളരെ ചെറിയൊരു ഫീസിൽ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ സ്റ്റഡി വിൻ PSCയുടെ ടെലഗ്രാം ചാനലിലൂടെ എനിക്കൊരു പേഴ്സണൽ മെസ്സേജ് അയയ്ക്കുക. കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് അറിയിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ക്ലാസ്സിലെ 40 കുട്ടികളുടെ ശരാശരി വയസ്സ് 10 ആണ്. ടീച്ചറേയും കൂടി ചേർത്തപ്പോൾ ശരാശരി വയസ്സ് 11 ആയി. ടീച്ചറുടെ വയസ്സ് എത്രയാണ്? സൊല്യൂഷൻ. ഇവിടെ ഒരു ക്ലാസ്സിലെ 40 കുട്ടികളുടെ ശരാശരി വയസ്സ് 10. ടീച്ചറേയും കൂടി ചേർത്തപ്പോൾ ശരാശരി വയസ്സ് 11 ആയി. അതായത് 40 ആളുകളൊന്നുള്ളത് ടീച്ചറേയും കൂടെ ചേർത്തപ്പോൾ 41 ആയി. അതായത് ആളുകളുടെ എണ്ണം 1 കൂടി. ടീച്ചറേയും കൂടി ചേർത്തപ്പോൾ ശരാശരി 11 വയസ്സായി. അതായത് 10 എന്നുള്ളത് ശരാശരി 11 ആയി. ഇവിടെ ശരാശരി 1 കൂടി. അപ്പോൾ ഇവിടെ ആളുകളുടെ എണ്ണവും ശരാശരിയും 1 കൂടിയിട്ടുള്ളത്. ഇങ്ങനെ ആളുകളുടെ എണ്ണവും ശരാശരിയും 1 കൂടിയാൽ കൂടിയ ആളുടെ വയസ്സ്, ഭാരം, ഇതൊക്കെ കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴിയാണ് പറയുന്നത്. അത് 2 എളുപ്പ വഴിയുണ്ട്, രണ്ടും ഈസിയാണ്. ഒന്നാമത്തെ മെത്തേഡ്, ഇവിടെ ആളുകളുടെ എണ്ണം 1 കൂടി, ശരാശരി 1 കൂടി, ഇങ്ങനെ എഴുതി വയ്ക്കുക. എന്നിട്ട് ഇതിങ്ങനെ ക്രോസ് ചെയ്ത് വെക്കുക. ഈ ക്രോസ് ചെയ്ത് വെക്കുന്നതിൽ ഏതെങ്കിലും ഒരു ക്രോസിലുള്ള നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്താൽ പുതിയ ആളുടെ വയസ്സല്ലെങ്കിൽ ഭാരം കിട്ടും. അപ്പോൾ ഇവിടെ 40 + 11, 40 + 11 51. ഇതായിരിക്കും ഇവിടെ ടീച്ചറുടെ വയസ്സ്. അല്ലെങ്കിൽ ഈ ക്രോസ് ആഡ് ചെയ്യാം. 10 + 41, 10 + 41 51. ഓക്കെ, അപ്പോൾ ടീച്ചറുടെ വയസ്സ് 51 ആണ്. ആൻസർ ഓപ്ഷൻ സി. ഒന്നുകൂടെ പറയാം. ആളുകളുടെ എണ്ണവും ശരാശരിയും 1 കൂടിയാൽ പുതുതായി ചേർന്ന ആളുടെ വയസ്സല്ലെങ്കിൽ ഭാരം കണ്ടുപിടിക്കാനുള്ള എളുപ്പവഴി. ആളുകളുടെ എണ്ണവും ശരാശരിയും 1 വീതം കൂടിയ ആളുകളുടെ എണ്ണവും ശരാശരിയും ഇതുപോലെ എഴുതി വെക്കുക. എന്നിട്ട് അതൊന്ന് ക്രോസ് ചെയ്യുക. ഏതെങ്കിലും ഒരു ക്രോസ് ആഡ് ചെയ്യുന്നതായിരിക്കും പുതുതായി ചേർന്ന ആളുടെ വയസ്സല്ലെങ്കിൽ ഭാരം. ഇതാണ് ഒരു മെത്തേഡ്. ഇനി അടുത്ത മെത്തേഡ്, അതും ഈസിയാണേ. ഇങ്ങനെ ആളും 1 കൂടി ശരാശരിയും 1 കൂടിയാൽ പുതുതായി ചേർന്ന ആളുടെ വയസ്സല്ലെങ്കിൽ ഭാരം കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴിയാണ് ആദ്യം ഉണ്ടായിരുന്ന ആളുകളുടെ എണ്ണം പ്ലസ് ആദ്യത്തെ ശരാശരി പ്ലസ് 1 ആയിരിക്കും. ഒന്നുകൂടെ പറയാം. ആളുകളുടെ എണ്ണവും ശരാശരിയും 1 കൂടിയാൽ പുതുതായി ചേർന്ന ആളിൻ്റെ വയസ്സല്ലെങ്കിൽ ഭാരം കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴി ആദ്യം ഉണ്ടായിരുന്ന ആളുകളുടെ എണ്ണം പ്ലസ് ആദ്യത്തെ ശരാശരി പ്ലസ് 1 ആയിരിക്കും. അപ്പോൾ ഇവിടെ ആദ്യം ഉണ്ടായിരുന്ന ആളുകളുടെ എണ്ണം 40 പ്ലസ് ആദ്യത്തെ ശരാശരി 10 പ്ലസ് 1, 40 10 51, 51. 51 ആണ് ഇവിടെ ഇപ്പോൾ ടീച്ചറിൻ്റെ വയസ്സ്. ഓക്കെ, അതുപോലത്തെ തന്നെ ഒരു ചോദ്യം കൂടെ നോക്കാം. ഒരു ക്ലാസ്സിലെ 35 കുട്ടികളുടെ ശരാശരി വയസ്സ് 11 ആണ്. ടീച്ചറേയും കൂടി ചേർത്തപ്പോൾ ശരാശരി 12 ആയി. ടീച്ചറുടെ വയസ്സ് എത്രയാണ്? സൊല്യൂഷൻ. ടീച്ചറുടെ വയസ്സാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ആളുകളുടെ എണ്ണവും ശരാശരിയും 1 വീതം
ആണ് കൂടിയിട്ടുള്ളത്. അങ്ങനെ വന്നാൽ ഒരു മെത്തേഡ് ആദ്യം ഉണ്ടായിരുന്ന ആളുകളുടെ എണ്ണം പ്ലസ് ആദ്യത്തെ ശരാശരി പ്ലസ് 1 പുതുതായി ചേർന്ന ആളുകളുടെ വയസ്സ് അല്ലെങ്കിൽ ഭാരം. അപ്പോൾ ഇവിടെ ആദ്യം ഉണ്ടായിരുന്ന ആളുകളുടെ എണ്ണം 35, ആദ്യത്തെ ശരാശരി 11 പ്ലസ് 1, 35 11 46 1 47, 47 വയസ്സാണ് ഇവിടെ ടീച്ചറുടെ വയസ്സ് 47. ഇനി മറ്റേ മെത്തേഡ്, ക്ലാസ്സിലെ ആദ്യം ഉണ്ടായിരുന്ന ആളുകളുടെ എണ്ണം 35, ആദ്യത്തെ ശരാശരി 11, ആള് ഒന്നുകൂടി അപ്പം 36, ശരാശരി ഒന്നുകൂടി 11 എന്നുള്ളത് 12. എന്നിട്ടിത് ഇങ്ങനെയൊന്ന് ക്രോസ് ചെയ്ത് വെക്കുക. ഏതെങ്കിലും ഒരു ക്രോസ് ആഡ് ചെയ്യുന്നതായിരിക്കും പുതുതായി ചേർന്ന ആളുടെ വയസ്സ് അല്ലെങ്കിൽ ഭാരം. അപ്പോൾ ഇവിടെ 35 12 എടുത്താൽ 35 പ്ലസ് 12 47, 11 36 കൂടി എടുത്താൽ 11 പ്ലസ് 36 47. എങ്ങനെ നോക്കിയാലും ഉത്തരം 47 തന്നെയാണ്. ഓക്കെ. അപ്പം നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് ഇതിലേതാണെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ ഇതേപോലത്തെ ഒരു ചോദ്യം താഴത്തെ കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് തോന്നിയ മെത്തേഡിൽ നിങ്ങളതൊന്ന് ചെയ്ത് അവിടെ വെക്കണം കേട്ടോ. ഓക്കെ. അടുത്ത ചോദ്യം, സരളയുടെ റാങ്ക് മുന്നിൽ നിന്ന് 9ഉം താഴെ നിന്ന് 38ഉമാണെങ്കിൽ ക്ലാസ്സിൽ ആകെ എത്ര കുട്ടികളുണ്ട്? സൊല്യൂഷൻ. ഇവിടെ ടോട്ടലാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള പൊസിഷൻസ് തന്നിട്ടുണ്ട്. ടോട്ടൽ കണ്ടുപിടിക്കണം. അതായത് മുകളിൽ നിന്ന് 9ഉം താഴെ നിന്ന് 38ഉം, മുകളിൽ താഴെ 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള പൊസിഷൻസ് തന്നിട്ടുണ്ട്. ടോട്ടൽ കണ്ടുപിടിക്കണം. 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള പൊസിഷൻസ് തന്നിട്ട് ടോട്ടൽ കണ്ടുപിടിക്കാനായിട്ട് ചെയ്യേണ്ടത് ഈ 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള പൊസിഷൻസ് തമ്മിൽ ആഡ് ചെയ്യുക, അതിൽ നിന്ന് 1 കുറയ്ക്കുക. അതൊരു ഫോർമുലയായിട്ട് പറയുമ്പം 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള പൊസിഷൻസ് എമ്മും എന്നും ആയാൽ ടോട്ടൽ ഈസ് ഈക്വൽ ടു എം പ്ലസ് എൻ മൈനസ് 1 ആയിരിക്കും. 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള പൊസിഷൻസ് എമ്മും എന്നും ആയാൽ ടോട്ടൽ ഈസ് ഈക്വൽ ടു എം പ്ലസ് എൻ മൈനസ് 1. അപ്പോൾ ഇവിടെ ആകെ കുട്ടികളുടെ എണ്ണം ടോട്ടൽ ടി ഈസ് ഈക്വൽ ടു 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള പൊസിഷൻസ് 9 38, 9 പ്ലസ് 38 മൈനസ് 1, 38 9 47, 47 മൈനസ് 1 46 ആൻസർ ഓപ്ഷൻ ബി. മുൻപത്തേതുപോലെ തന്നെയുള്ള ഒരു ചോദ്യമാണ്. ഒരു ക്ലാസ്സിൽ മുകളിൽ നിന്ന് സീനിയുടെ റാങ്ക് 16-മതും താഴെ നിന്ന് 7-മതുമാണ്. ക്ലാസ്സിൽ ആകെ എത്ര കുട്ടികളുണ്ട്? സൊല്യൂഷൻ. ഇവിടെ 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള പൊസിഷൻസ് ആണ് തന്നിട്ടുള്ളത്. ടോട്ടൽ കണ്ടുപിടിക്കണം. ഇങ്ങനെ 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള പൊസിഷൻസ് തന്നിട്ട് ടോട്ടൽ കണ്ടുപിടിക്കാനായിട്ട് ആ 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള പൊസിഷൻസ് തമ്മിൽ ആഡ് ചെയ്യുക, അതിൽ നിന്ന് 1 കുറയ്ക്കുക. അതൊരു ഫോർമുലയായിട്ട് പറയുമ്പം 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള പൊസിഷൻസ് എമ്മും എന്നും ആയാൽ ടോട്ടൽ ടി ഈസ് ഈക്വൽ ടു എം പ്ലസ് എൻ മൈനസ് 1. അപ്പോൾ ഇവിടെ 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള പൊസിഷൻസ്, മുകളിലും താഴെ നിന്നുള്ള റാങ്ക്. അപ്പം മുകളിൽ നിന്നുള്ള റാങ്ക് എം ആയിട്ടെടുക്കാം, എം 16, താഴെ നിന്നുള്ള റാങ്ക് എൻ ആയിട്ടെടുക്കാം, എൻ 7. ടോട്ടൽ ടി ഈസ് ഈക്വൽ ടു എം പ്ലസ് എൻ മൈനസ് 1. അതായത് ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള പൊസിഷൻസ് ആഡ് ചെയ്യുന്നു, അതിൽ നിന്ന് 1 കുറയ്ക്കുന്നു. 16 പ്ലസ് 7 മൈനസ് 1, 16 7 23 മൈനസ് 1 22. ആകെ കുട്ടികളുടെ എണ്ണം 22 ആണ്.
ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഈ വീഡിയോയുടെ താഴെ ഹൈപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക്